ദുഃഖത്തിൽ അമിതമായി ദുഃഖിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരേ ഒരു ഓപ്ഷൻ സുഖത്തിൽ അമിതമായി സുഖിക്കാതിരിക്കൽ മാത്രമാണ്. അതുകൊണ്ട് ദുഃഖം ഒഴിവാക്കേണ്ട വ്യക്തി സുഖത്തിലാണ് പണിയെടുക്കേണ്ടത്. സുഖങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് സുഖങ്ങൾ അനുഭവിച്ചോളൂ. അത് വേണ്ടാന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. ജീവിതത്തിൽ എന്ത് സുഖം വേണമെങ്കിലും അനുഭവിച്ചോളൂ. ജീവിതം ഇങ്ങനെ ഒരു സാക്ഷിഭാവത്തിലിരിക്കുകയും കടന്നു വരുന്ന സുഖങ്ങളെയും കടന്നു വരുന്ന ദുഃഖങ്ങളെയൊക്കെ ഇതെല്ലാം ഗസ്റ്റുകളാണ് എന്നുള്ള രീതിയിൽ പരിപാലിച്ച് പറഞ്ഞു വിടുകയും ചെയ്യുക. ഒന്നിനെയും നിഷേധിക്കേണ്ട, രണ്ടിനെയും സ്വീകരിക്കുക. ഒന്നുകിൽ നിങ്ങൾ രണ്ടിനെയും നിഷേധിക്കുക, അല്ലെങ്കിൽ രണ്ടിനെയും സ്വീകരിക്കുക. ഇതാണ് ജീവിതം. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഈ ഭൂമി മുഴുവനായും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗം എപ്പോഴും ഇരുട്ടിലായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതവും എപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗം ഇരുട്ടും ഏതെങ്കിലും ഒരു ഭാഗം വെളിച്ചമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ബോധത്തിൽ ജീവിക്കലാണ് സമാധി. ജീവിതം ഒരു ഊഞ്ഞാലാട്ടം പോലെയാണ്. ഒരു ഊഞ്ഞാൽ അങ്ങോട്ടെത്ര ആടണം എന്നുള്ളത് അത് ഇങ്ങോട്ടെത്ര ആടി എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇനി ഇങ്ങോട്ടെത്ര ആടണം എന്നുള്ളത് അത് അങ്ങോട്ടെത്ര ആടി എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഈ ദ്വന്ദ്വങ്ങളിലേക്കുള്ള പ്രയാണമാണ് ജീവിതം. ഡ്യുവാലിറ്റികളിലേക്കുള്ള പ്രയാണമാണ് ജീവിതം. ഈ ഊഞ്ഞാലാട്ടം എത്ര കുറച്ചാണോ ആടുന്നത് അത്രയും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇത് ഇങ്ങനെ ആടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ കുറേ കരയും കുറേ ചിരിക്കും, കുറേ കരയും കുറേ ചിരിക്കും. ഇതാണ് ദ്വന്ദ്വങ്ങളിലേക്ക് അമിതമായി പോകാതിരിക്കുക. ഭൂമധ്യരേഖയിൽ ജീവിക്കുക. മനസ്സിൻ്റെ ഭൂമധ്യരേഖയിൽ ധ്രുവങ്ങളിലേക്ക് പോകാതിരിക്കുക. ശീതമുഷ്ണം മറ്റൊരു ദ്വന്ദ്വമാണ്. നിങ്ങൾ എത്രയധികം ശീതത്തിലേക്ക് പോയോ അത്രയും ഈ ഉഷ്ണം കൂടുതലായിട്ട് ഫീൽ ചെയ്യും. നിന്ദ സ്തുതി ഇത് മറ്റൊരു ദ്വന്ദ്വമാണ്. നിങ്ങൾ ഒരുപാട് നിന്ദകൾ കേട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ദിവസം ഒരു സ്തുതി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. എന്നാൽ നിങ്ങളെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളൊരു ദിവസം നിന്ദിച്ചാലും നിങ്ങൾക്ക് വലിയ ദുഃഖമായിരിക്കും. ഇതാണ് നിന്ദയും സ്തുതിയും മറ്റൊരു ദ്വന്ദ്വമാണ്. നിങ്ങൾ എത്രയധികം അഭിമാനങ്ങളിൽ രമിക്കുന്ന ശീലമുണ്ടോ അത്രയധികം അപമാനങ്ങൾ നിങ്ങൾക്ക് വളരെ വലിയ ആഘാതമായിരിക്കും. ഇതെല്ലാം ദ്വന്ദ്വങ്ങളാണ്. ശീതം ഉഷ്ണം, സുഖം ദുഃഖം, ജയം പരാജയം. ഒന്നും ഈ ലോകത്ത് സ്റ്റേബിൾ അല്ല. ഈ ലോകത്ത് സ്റ്റേബിളായിട്ടുള്ള ഒരേ ഒരു കാര്യം മാറ്റം. അത് മാത്രമാണ്. മാറ്റം മാത്രമാണ് സ്റ്റേബിൾ. മറ്റൊന്നും സ്റ്റേബിൾ അല്ല. മാറ്റം എന്നും ഇവിടെ സ്റ്റേബിളായി നിൽക്കുന്ന ഒരു സാധനമാണ്. ചേഞ്ച് നെവർ ചേഞ്ചസ്. ഇത് അക്സെപ്റ്റ് ചെയ്യലാണ് ജീവിതം. മാറ്റങ്ങളെ അംഗീകരിക്കാത്തൊരു മനസ്സാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറ്റമില്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കും.